കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ മഴക്കാലവുമായി ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണം ഒന്ന് ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. ഈ ആയുർവേദമാണല്ലോ നമ്മുടെ ഏറ്റവും തനതായ ചികിത്സാ രീതി. അലോപ്പതി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആയുർവേദത്തിന് പ്രചാരമുണ്ട്. ഒരു കാലത്ത് മലയാളികൾ ആശ്രയിച്ചിരുന്നത് ആയുർവേദത്തെ തന്നെയായിരുന്നു. ആയുർവേദവും മഴക്കാല ചികിത്സാ രീതികളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ മഴക്കാലം ചികിത്സ എന്ന് പറയുമ്പോൾ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക തടവലും തിരുമ്മലും ഒക്കെയാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ എല്ലാ കർക്കിടകത്തിലും ഒത്തിരി മനുഷ്യർ മഴക്കാലത്ത് ശരീരം മൊത്തത്തിലൊന്ന് തിരുമ്മി തടകി ഉഷാറാക്കാറുണ്ട്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ ഈ തിരുമ്മലിനും തടകലിനൊക്കെ പുതിയ അർത്ഥങ്ങളും പുതിയ സ്വഭാവങ്ങളും വന്നിട്ടുണ്ട്. പഞ്ചകർമ്മ ചികിത്സയുടെയും തടകലിൻ്റെയും തിരുമ്മലിൻ്റെയൊക്കെ പോലെ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം കൂണുകൾ പോലെ തിരുമ്മൽ കേന്ദ്രങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നാൽ അത് സർട്ടിഫിക്കറ്റിലേക്ക് പോകും. ഞാൻ അതിനകത്തേക്ക് കിടക്കുന്നില്ല. ആരോഗ്യകരമായ ഒരു ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ അതെങ്ങനെ നടക്കും, എങ്ങനെ സാധ്യമാകും, അതിന് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? ഈ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന മസാജ് സെൻ്ററുകളിൽ ആണോ നമ്മൾ പോകേണ്ടത്, അതോ യഥാർത്ഥത്തിൽ കൃത്യമായ ചികിത്സാ വിധികളോടെയുള്ള ആയുർവേദ ആരോഗ്യ സംരക്ഷണമാണോ വേണ്ടത് എന്ന ചോദ്യമാണ് നേർരേഖ ഉന്നയിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളവരാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 40 വർഷമായി ആരോഗ്യരംഗത്തുള്ള ആയുർവേദ ഡോക്ടറായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ പൊയ്ലൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം 40 വർഷമായി ഈ രംഗത്തുണ്ട്. അതുപോലെ ദിനേശൻ ഗുരുക്കൾ, അദ്ദേഹം ഏതാണ്ട് നൂറ്റാണ്ട് പിന്നീടെയാണ്. കളരി ഗുരുക്കളാണ്, കളരി ചികിത്സയിൽ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ആയുർവേദ ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ ഈ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ഷൈനി വസന്തൻ, അവരേതാണ്ട് 1/4 നൂറ്റാണ്ട് കാലമായി 25 വർഷമായി ഈ രംഗത്തുണ്ട്. ഇത്തരം പരിചിതരായ മനുഷ്യർ എന്തു പറയുന്നു എന്ന് നേർരേഖയിലൂടെ നമുക്കൊന്ന് കേൾക്കാം, അറിയാം, പഠിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ പൊയ്ലനിൽ നിന്ന് തുടങ്ങാം. അല്ലേ, പൊയ്ലൻ എന്ന് വിളിച്ചാൽ പോരെ? ഫുൾ പേര് വിളിക്കണം? കുടുംബ പേരാണത് അല്ലേ? എവിടെയാണ് താങ്കളുടെ സ്വദേശം? ഇരിട്ടി ടൗണിൽ തന്നെയാണ്. ടൗണിൽ തന്നെ. ഏത് ഇയറിലാണ് ഈ ഞാൻ 1985 ആയുർവേദം കഴിഞ്ഞു. എവിടെയാണ് കഴിഞ്ഞത്? കോട്ടക്കൽ. പിന്നെ MD ഹാസ് കർണാടക ആയുർവേദത്തിൽ MD എടുത്തു. ഇവിടെ ഏതാണ് സ്ഥാപനം? ഇവിടെ PV ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി നഴ്സിംഗ് ഹോം, കാട്ടമ്പള്ളി. എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 25 വർഷത്തിന് 25 വർഷമായി ഈ സ്ഥാപനം അല്ല, പിന്നെ കണ്ണൂർ ജില്ലയിൽ ഇപ്പം പിന്നെ 10-35 വർഷമായിട്ടുണ്ടാവും. 35 വർഷത്തെ പാരമ്പര്യം. അത് കണ്ണൂർ ടൗണിലായിരുന്നു. കണ്ണൂർ ടൗണിലായിരുന്നു. എന്താണ് ആയുർവേദ ചികിത്സയെ കുറിച്ച് താങ്കൾക്ക് പ്രാഥമികമായി പറയാം? ആയുർവേദ ചികിത്സയ്ക്ക് വരാൻ കാരണം എൻ്റെ പാരമ്പര്യമായിട്ട് 120 വർഷത്തെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. ട്രഡീഷണലി പാരമ്പര്യ വൈദ്യരാണ് നമ്മൾക്ക്. പിതാവ് വൈദ്യരാണ്. പിതാവിന്റെ പേരെന്തായിരുന്നു? ഹമീദാജി എന്ന് പറഞ്ഞിട്ട്. ഹമീദാജി. പിന്നെ ഗ്രാൻഡ് ഫാദർ KC മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് ഇരുട്ടിൽ ആദ്യത്തെ ആയുർവേദ ഷോപ്പ് അവരതായിരുന്നു. പിന്നെ അവരെ ഫാദറിലുമാണ് മമ്മി വൈദ്യർ. കാരണം അവിടെ കുടുംബം പാരമ്പര്യമായിട്ട് വൈദ്യ കുടുംബമാണ്. അലോപ്പതിക്കാരില്ലേ വീട്ടിൽ? ഉണ്ട്. ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പിന്നെ ദന്തിസ്റ്റ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്. പുതിയ തലമുറ. ആയുർവേദത്തിൽ എത്ര പേരുണ്ട് കുടുംബത്തിൽ ഡോക്ടർ? ആയുർവേദത്തിൽ 5-6 പേരുണ്ട്. എൻ്റെ മകന് ആയുർവേദ ഡോക്ടറാണ്, അനിയൻ്റെ മകൻ ആയുർവേദ ഡോക്ടറാണ്, ഒരു കസിൻ ആയുർവേദ ഡോക്ടറാണ്. അങ്ങനെ കുറേ ആയുർവേദ ഡോക്ടർമാരുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് കോളേജിൽ പോയിട്ട് ആയുർവേദം പഠിക്കുന്നത്. പാരമ്പര്യമായിട്ട് ചികിത്സ. ഞാൻ ഫസ്റ്റ് കോട്ടക്കൽ പോയിട്ട് ആയുർവേദം പഠിക്കുന്നത്. ആയുർവേദം എന്ന ചികിത്സാ രീതിയെക്കുറിച്ച് പുതിയ കാലഘട്ടത്തോട് ഈ 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യം വെച്ച് താങ്കൾക്ക് പറയാനുള്ളതാണ് ചുരുങ്ങിയ വാക്കുകൾ. നിങ്ങൾ ആദ്യം പറഞ്ഞ എവിടെ പോയി ചികിത്സിക്കണം എന്നുള്ളത്. അതിൽ ആയുർവേദത്തിലെ ഒരു വൈദ്യൻ്റെ ലക്ഷണം പറയുന്നത് എങ്ങനത്തെ ആളായിരിക്കണം വൈദ്യൻ? ദക്ഷതീർത്ഥാർത്ഥ ശസ്ത്രാർത്ഥവും ദുഷ്ടകർമ്മ ശുചിർഭിഷക്നാണ്. ഈ ആയുർവേദം കണ്ടും അറിഞ്ഞും ചെയ്തും പരിചയമുള്ളവനായിരിക്കണം ആയുർവേദ വൈദ്യൻ. അല്ലാതെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് മാത്രം പോരാ, അറിയണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ വളരെ ദക്ഷനായിരിക്കണം, വളരെ ആക്റ്റീവായിരിക്കണം ചെയ്തത്. ഈ 4 ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവനെ വൈദ്യം എന്ന് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡോക്ടർ എന്നുള്ളതിൽ ഇതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞതിന് മറുപടി ഈ കൂണ് പോലെ മുളക്കുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പലപ്പോഴും ഉണ്ടാകാറില്ല. ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ അവർ ചെയ്യുന്നത്. അത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പോകേണ്ടത്. നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ദിനേശൻ ഗുരുക്കളോട് ചോദിക്കാം. അദ്ദേഹം ഏകദേശം 1/2 നൂറ്റാണ്ട് പിന്നിടുകയാണ് അല്ലേ? ഈ കളരിയും ചികിത്സയും, കളരി എന്ന് പറഞ്ഞാൽ സർക്കസ് ഈ പരിപാടിയാണല്ലോ. കളരി നമ്മൾ കേൾക്കുന്ന കളരിപ്പയറ്റ്, പ്രതിരോധം അല്ലേ, അക്രമം, ഇതൊക്കെയല്ലേ കളരിയെ കുറിച്ച് പറയാം അല്ലേ?
കളരി നമ്മൾ പഴയ സിനിമകളിലൊക്കെ കേൾക്കുന്നത് ഫൈറ്റിംഗ് മൂഡുള്ള ഒരു സാധനമായിട്ടാണ് കാണുന്നത്. പഴയ സിനിമകളിലൊക്കെ അങ്ങനെയാണ്. ഇന്ന് കളരി അങ്ങനെ സിനിമകളിലൊന്നും കാണുന്നില്ല. ആ കളരിയും ഈ ചികിത്സയും എങ്ങനെയാണ് ക്ലബ് ചെയ്യുന്നത്? അതിന്റെ സാധ്യത എത്രയാണ്? കളരിനെ പറ്റി അക്രമം എന്ന് പറയാൻ പറ്റില്ല. അക്രമം എന്നല്ലേ, പ്രതിരോധം. അപ്പം കളരി ഏകദേശം അല്ല, പ്രതിരോധിക്കുമ്പോൾ എതിർപക്ഷം നടത്തുന്ന അക്രമമാണ്. അതിനകത്ത് അക്രമമുണ്ട്, പ്രതിരോധമുണ്ട്. ഈ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷത്ത് നിന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കത് പ്രതിരോധം. എതിർപക്ഷത്ത് നിന്ന് അവർ അക്രമം നടത്തുന്ന നമ്മൾ പറയാം അല്ലേ. ഒരാൾ നിൽക്കുമ്പോൾ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഒരാൾ പ്രതിരോധിക്കുന്നു. അപ്പുറത്തുനിന്ന് വരുന്നത് അക്രമമാണ്. അപ്പൊ കളരിയിൽ അക്രമമുണ്ട്, പ്രതിരോധമുണ്ട്. ശരിയല്ലേ? ശരിയാണ്. ആ അർത്ഥത്തിൽ ശരിയല്ലേ? ആ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ കളരി പഠിച്ചു കഴിഞ്ഞാൽ അവസാനം യോഗിയാകുക എന്നാണ് നമ്മളെ കളരിയിൽ പറയുന്നത്. യോഗിയാവുക. അത്ര പോലും ഞങ്ങളൊരു അക്രമത്തിന് പോകാൻ പാടില്ല. പക്ഷെ 5500ഓളം വർഷം പഴക്കമുള്ള കളരിയിൽ അന്ന് തന്നെ കളരി ചികിത്സയും ഉടലെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ രീതിയിലല്ലാന്നേ ഉള്ളൂ. അന്ന് ആയുർവേദ മരുന്നുകൾക്ക് പകരം പച്ചമരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സകൾ. പച്ചമരുന്ന് തന്നെയല്ലേ ആയുർവേദം എന്ന് പറയുന്നത്? അതെ. പക്ഷെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ സൗകര്യങ്ങളില്ല. ഇല്ല. അത് വെറും പച്ചമരുന്ന്. ആ പച്ചമരുന്നിന്റെ ഉപയോഗം തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ആ രീതിയിലാണ് പണ്ട് ചികിത്സകൾ ചെയ്തിട്ടുള്ളത്. പണ്ട് ഒരു എല്ല് പൊട്ടിയാൽ കെട്ടിയിട്ട്, അതായത് പശുക്കളെ കെട്ടിയിടുന്ന പോലെ കെട്ടിയിട്ടിട്ട് ചികിത്സ ചെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു അകത്തൊക്കെ ഇന്നലത്തെ പോലെ മാർബിളോ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം അകത്ത് കെട്ടിയിട്ട് അവരനങ്ങാതെ പുറത്ത് പോവാതെ കെട്ടിയിട്ട് ചികിത്സിക്കുക. ആ രൂപത്തിലെല്ലാം ആ കാലഘട്ടത്തിൽ തന്നെ ചികിത്സകൾ നടന്നിട്ടുണ്ട്. കെട്ടിയിട്ട് ചികിത്സിക്കുക. അതിലെല്ലാം പൊട്ടിയാൽ. ഇന്ന് ഞങ്ങൾ വാരി വെച്ചു, പിന്നെ ആ പേഷ്യൻറ്റിൻ്റെ സൗകര്യത്തിന് വിടുന്നൊരു ഘട്ടമാണ്. അപ്പോൾ ആ തരത്തിൽ തന്നെ അന്നേ ഈ കളരി ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കളരി ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നേരത്തെ നിങ്ങൾ ഉദ്ദേശിച്ച ആയുർവേദ കളരി ഒഴിച്ചിലുകൾ. അത് കളരി ഒഴിച്ചിലുകൾ മർമ്മമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കളരി ഒഴിച്ചിലിന് വമ്പൻ പ്രാധാന്യം എല്ലാ മേഖലയിലും ഉണ്ട്. ആ കാലഘട്ടത്തിൽ കളരി അഭ്യാസികളാക്കി എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് കളരി ഒഴിച്ചത്. പിന്നെ അത് കഥകളിക്കാരെ ചെയ്യാൻ തുടങ്ങി. പിന്നെ സർക്കസ് കലാകാരന്മാരെ ചെയ്യാൻ തുടങ്ങി. അപ്പം ആ തരത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഈ കളരി ഒഴിച്ചിൽ സ്വീകരിക്കാൻ തുടങ്ങി. ഈ കളരി ഒഴിച്ചിലും ആയുർവേദ ഒഴിച്ചിലും രണ്ട് തന്നെയാണ്. എത്ര മർമ്മങ്ങളുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ? 107 മർമ്മങ്ങളും 108 മർമ്മങ്ങളും പറയുന്നു. അപ്പം 107 മർമ്മങ്ങൾ കളരി പറയുന്നു, 108 ആയുർവേദത്തിൽ പറയുന്നു. അപ്പം ഈ രൂപത്തിൽ എങ്ങനെയായാലും ഞങ്ങൾ പഠിപ്പിക്കുന്നത് 108 മർമ്മങ്ങൾ തന്നെയാണ് ആ രൂപത്തിൽ പഠിപ്പിക്കുന്നത്. ആ മർമ്മത്തിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അല്ലെങ്കിൽ മസാജ് എന്ന് നമുക്ക് പറയാൻ ശരിക്കും പാടില്ല, ഒഴിച്ചിലുകൾ, കളരി ഒഴിച്ചിലുകൾ. തടകലും ഒഴിച്ചിലും മസാജ് ഇത് മൂന്നാണോ? മൂന്നായിട്ട് നമുക്ക് വേണം തരംതിരിക്കാം. അതിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് നമുക്ക് ഷൈനി വസന്തനോട് ചോദിക്കാം. 25 വർഷം മുമ്പ് പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ആവും അല്ലേ? എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്? അന്ന് ഈ ഇത്ര സജീവമാണോ ഈ രംഗം? അല്ല സാർ, ഞാൻ അതായത് നാട്ടിൻപുറത്ത് ജനിച്ച ഒരാളാണ്. എവിടെയാണ് ജനിച്ചത്? എവിടെയാണ്? ഞാൻ മമ്പറം മൈലുള്ളിമട്ട എന്ന് പറഞ്ഞ അവിടെയാണ് ജനിച്ചത്. അപ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങൾ ഫ്രണ്ട്സുമാർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാനന്ന് സജീവമായി പാർട്ടിയിൽ സജീവമായിട്ടുള്ള ഒരാളാണ്. ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രസ്ഥാനങ്ങളിലൊന്നാണ്. അന്ന് അതിൽ സജീവമായിട്ടുള്ള ഒരാളായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുമാർ ഉള്ളപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്, സൊല്യൂഷൻ ഉണ്ട്, ഞങ്ങൾക്ക് പഠിക്കാൻ ചോദിച്ചു. ഞങ്ങൾക്ക് അറിയില്ല, ആയുർവേദം എന്താണെന്നറിയില്ല, ഒന്നും അറിയാതെ, പാരമ്പര്യമായിട്ടൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് പോയി. അപ്പോൾ അന്ന് കണ്ണൂർ പയ്യാമ്പലത്ത് വെച്ചായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്. അപ്പോൾ പയ്യാമ്പലത്തായിരുന്നു അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിർദ്ദേശം മുന്നോട്ട് വെച്ചത് മൈലുള്ളി മുട്ടയിൽ എങ്ങനെ പഞ്ചകർമ്മയെ കുറിച്ച് അറിവ് വന്നു? മൈലുള്ളി മുട്ട എന്ന് പറയുമ്പോൾ സാറിന് ഞങ്ങൾക്ക് അവിടെ ഒരു ബീഡി തൊഴിലാളി കേന്ദ്രമാണല്ലോ അല്ലേ? ബീഡി തൊഴിലാളികളൊക്കെ ഉള്ള പ്രദേശമാണ്. ഞാൻ അതിൽ യാത്ര ചെയ്യുമ്പോൾ ബീഡി തീർക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ചെറിയ ബീഡികളുടെ ഞങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങളൊക്കെ ബീഡി തൊഴിലാളി കുടുംബമാണ്. നിങ്ങൾ ബീഡി തീർത്തിട്ടുണ്ടോ? ഉണ്ട്. ഓ, ബീഡി തെറുപ്പ് തൊഴിലാളി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ ചാലക്കുന്നിൽ ഒരു ശബരി പ്രൈസസ് ഇല്ലേ, അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ടൗണിൽ വെച്ച് അവരെ കണ്ടു. അങ്ങനെ നമുക്കിങ്ങനെ ഇത് ആയുർവേദം പഠിക്കാം
എന്ന് പറഞ്ഞു. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കണ്ണൂർ പയ്യാമ്പലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ വെച്ച്. എത്ര പേര് ആരൊക്കെ ഇതിനകത്ത് തീരുമാനം എടുക്കുന്നത്? ഞങ്ങൾ 4 പേരാണ്. ആരൊക്കെയാണ്? അവരുടെ പേരെന്താണ്? അവരിപ്പോ എവിടെ ഉണ്ട്? അവര് ഇപ്പൊ ഈ ഒരു ഫീൽഡിലില്ല. ഒരാള് ഷിജി എന്ന് പറയും, എന്റെ ഫ്രണ്ടാണ്. അവള് എന്റെ നാട്ടുകാരിയാണ്, എന്റെ അടുത്ത് തന്നെയാണ്. പിന്നെ എന്താ ഒരാളിപ്പം അഞ്ചരക്കണ്ടി ടൗണിൽ തന്നെ. സാധ്യതകളെ കുറിച്ച് അന്ന് എന്താണ് പറഞ്ഞത്? ഈ പഞ്ചകർമ്മയെ കുറിച്ച് സാർ ഞങ്ങൾക്ക് അന്നൊന്നും ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും പറഞ്ഞു തന്നില്ല. ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാധാരണഗതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി ചെല്ലുന്നു, അവിടെ വെച്ച് അവര് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു. ആ ക്ലാസ്സിലെ കൂടി ഞങ്ങൾക്ക് സംസ്കൃതത്തിലാണ് ഫസ്റ്റ് ക്ലാസ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾക്ക് ആയുർവേദത്തെ പറ്റി പറഞ്ഞു തരുന്നു. പറഞ്ഞു തന്ന് അപ്പോൾ അവിടെ എടുത്തുകൊണ്ടിരുന്നത് ബിനു ജോൺസൺ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. സാർ ഇപ്പം ഉള്ളത് കോഴിക്കോട് ബേബി മെമ്മോറിയലിൻ്റെ അടുത്ത് സഞ്ജീവിനി ആയുർവേദ നഴ്സിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ സാറിങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ എവിടെയാണ് പോകാൻ താല്പര്യം, പുറത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് കണ്ണൂർ ജില്ല എന്ന് പറയുമ്പോൾ കണ്ണൂർ ഇങ്ങനെ ഈ പാർട്ടിയുടെ പരിപാടിക്ക് വന്നിട്ടുള്ള പരിചയം മറ്റുള്ള ഒരു പരിചയവും ഞങ്ങൾക്ക് ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ താല്പര്യമില്ലായിരുന്നു, നാട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നാട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അന്ന്. അങ്ങനെയാണ് ഞങ്ങളെ ശാന്തിഗിരിയിലേക്ക്, അന്ന് അവിടെയായിരുന്നു ഇവർക്ക് സേഫ്റ്റി തോന്നിയത്. 2 മാസം കൊണ്ട് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു. 2 മാസം കൊണ്ട് ഞങ്ങൾ കോഴ്സ്, കാരണം എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ഇല്ലാതെ തിയറി പഠിച്ചു. ശരിക്കും 1 വർഷ കോഴ്സാണ്. അതെ അതെ, തിയറി 2 മാസം കൊണ്ട് പഠിച്ചു. തിയറി എന്നിട്ട് അവർ പിന്നെ ട്രെയിനിങ്ങിന് ഇടുക. ഇവിടെ പ്രാക്ടിക്കലിന് സൗകര്യമില്ല. ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു പ്രസ്ഥാനമാണ്. അതെ, ശാന്തിഗിരി. അതെ അതെ, അവിടെയാണ് പിന്നീടുള്ള പ്രവർത്തനം. അതെ, ഞാൻ 7 വർഷം ഹൈദരാബാദിൽ ജോലി ചെയ്തു. നമുക്ക് പൊയിലിനോട് ചോദിക്കും, ഈ ആയുർവേദ ചികിത്സയിൽ ഈ തടകലും തിരുമ്മലിനുമുള്ള പ്രാധാന്യം എത്രമാത്രമുണ്ട്? എങ്ങനെയാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്? അതിൽ എനിക്കൊന്ന് പറയാനുള്ളത്, പിന്നെ ആയുർവേദവും കളരി എന്ന് പറയുമ്പോൾ മർമ്മ ആയുർവേദത്തിൽ മുമ്പ് പറയുന്നുണ്ട്. ആയുർവേദം നമ്മൾ പറയുന്നുണ്ട്. ആരാ സീനിയർ? കാരണം കളരിയാണോ? രണ്ടും ഏകദേശം ഒരേ. പിന്നെ അതിൽ വലിയ പ്രസക്തിയില്ല. കാരണം 108 ആണോ 107 ആണോ നിങ്ങളുടെ മർമ്മം? അത് 107 പറയും 108, അതിൽ എണ്ണത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷെ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ബാൻഡേജ് ചെയ്യണം എന്നൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആയുർവേദത്തിന്റെ ഒരു ശാഖയായിട്ട് കളരി വന്നതെന്ന് എൻ്റെ നിഗമനം. അല്ല, ഈ കളരിക്ക് ശാസ്ത്രീയ പിൻബലമുണ്ടോ? അതിന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആയുർവേദത്തിന്റെ പിൻബലമാണ്, ആയുർവേദ ശാസ്ത്രത്തിലെ പിൻബലമാണ് കളരിക്കുള്ള. കാരണം ആയുർവേദം വെച്ചാൽ എല്ലാ ശാസ്ത്രത്തെയും ഉൾക്കൊള്ളി, എല്ലാ വിഭാഗത്തെയും, അല്ലെങ്കിൽ കളരി അതിൽ വരും. പിന്നെ അത് പ്രത്യേകം ഡെവലപ്പ് ചെയ്തിട്ട് കളരി സിസ്റ്റമായിട്ട് വന്നതേ ഉള്ളൂ. ഇതെല്ലാം ആയുർവേദത്തിൽ വരുന്നൊരു വിഭാഗം തന്നെയാണ്. അല്ല, കളരി ഒരു PG കോഴ്സായിട്ടോ ഒരു ഡിഗ്രി കോഴ്സായിട്ടോ അല്ല, നമ്മളെ ഇതിൽ തടവൽ ഒഴിച്ചലും പിന്നെ ഈ മർമ്മ ചികിത്സ ഉണ്ട് ആയുർവേദത്തിൽ, ഫ്രാക്ചർ കേസ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ കളരിയിലാണ് വരിക. അത് കളരിയിലാണ് വരിക. ഒഴിച്ചിൽ തിരുമ്മൽ വരുമ്പോഴത്തേക്ക് അതിന്റെ അങ്ങനെയല്ല, ആ കളരി സെക്ഷനായിട്ടാണ് വരിക. അത് ഇപ്പോൾ നമ്മളടുത്തൊരു പേഷ്യന്റ് എല്ല് ഫ്രാക്ചറായി വന്നാൽ നമ്മളതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിപ്പം നമ്മൾ പറയാം കളരി വിഭാഗമായിട്ട് വരാമെന്ന്, കളരി ഒരു സെക്ഷനായിട്ട് വരാമെന്ന് പറയാം. ആയുർവേദത്തിൽ അങ്ങനെ എത്ര ഭാഗങ്ങളുണ്ട്? 8. ഏതൊക്കെയാണത്? കായ, ബാല, ഗൃഹോർദാംഗ, ശല്യ, ദംഷ്ട്രാജര, വൃഷാൻ. ഇതെന്തൊക്കെയാണ്? അതിൽ കായ ചികിത്സ, ജനറൽ മെഡിസിൻ, ബാല ചികിത്സ, പീഡിയാട്രിക്സ്, ഗ്രഹ ചികിത്സ, സൈക്കോളജിക്ക്. കായ, ബാല, ഊർദാംഗം വെച്ചാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വലിയ ENT പറയാം, അല്ലെങ്കിൽ എബോവ് ദ നെക്ക്. ശല്യം എന്ന് പറഞ്ഞാൽ പിന്നെ സർജറി. ആ സർജറിയിലാണ് ഈ മർമ്മങ്ങളും പിന്നെ ഒടിവ് ചതു കേസും മുറിവും ഇതൊക്കെ വരുന്ന സർജറി. ശരിക്കും ആദ്യം തുടങ്ങുന്ന ആയുർവേദ സുശ്രുതനാണ് സർജറിന്റെ. അതന്നെ, ദ ഫാദർ ഓഫ് ഇന്ത്യൻ സർജറി എന്ന് പറഞ്ഞ സുശ്രുതൻ. എന്തുകൊണ്ട് പിന്നെ മുന്നോട്ട് പോയില്ല? അതിന് കുറേ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളുണ്ട്. കാരണം ഓരോ ഭരണത്തിൽ വന്ന മാറ്റങ്ങൾ. അവസാനം നമ്മൾ ഈ ഇൻവേഷൻ വന്നപ്പോൾ, ഇവിടെ ഭരണം നടത്തിയപ്പം ബ്രിട്ടീഷുകാർ വന്നപ്പം അവരെ കംപ്ലീറ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ സിസ്റ്റം സ്ലീപ്പിംഗിലേക്ക് പോവുകയും ചെയ്തു, ഉറങ്ങിക്കിടന്നു. അലോപ്പതിയെ അവർ പ്രോത്സാഹിപ്പിച്ചു. അവർ സിസ്റ്റത്തെ ഇവിടെ ആയുർവേദത്തിന് ഒരു പ്രോത്സാഹനം നടന്നില്ല. അതിനുശേഷം വലിയ റിസർച്ച് വന്നില്ല. ഇപ്പം ആയുർവേദത്തിൽ കുറേ റിസർച്ച് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. താങ്കൾ തുടങ്ങുന്ന കാലത്തെ ആയുർവേദ ചികിത്സയും ഇന്നത്തെ ചികിത്സയും തമ്മിലുള്ള താരതമ്യം എത്രമാത്രം മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്? തുടങ്ങുന്ന സമയത്ത് അന്ന് പിന്നെ ഞാൻ ആയുർവേദം പഠിച്ചു വന്നെങ്കിൽ എന്നെ ആരും കാണിക്കാറില്ല. കാരണം വെച്ചാൽ ഒരു അന്നത്തെ ധാരണ എന്ന് പറഞ്ഞാൽ കുറച്ച് വയസ്സ് വേണം, കുറച്ച് നിരയൊക്കെ വേണം. അപ്പോൾ പലപ്പോഴും വൈദ്യര ലുക്ക് വേണം. അപ്പോൾ എന്നോട് പലപ്പോഴും ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇത്ര ചെറുപ്പമെന്ന് ഞാൻ അറിയില്ലായിരുന്നു. അപ്പോൾ വൈദ്യരെന്നുള്ളൊരു ഇതിൽ നമ്മൾ കുറച്ച് ഏജുള്ള ആളായിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് അന്നുണ്ടായിരുന്നു. പിന്നെ അന്ന് അധികം പാരമ്പര്യ വൈദ്യന്മാരായിരുന്നു. അപ്പോൾ പഠിച്ചു വരുന്നതിനെ കുറിച്ചുള്ളൊരു ജിജ്ഞാസ അവർക്കുണ്ട്, ഒരു എന്തായിരിക്കും, ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ അതൊക്കെ മാറി ജനങ്ങൾ കൂടുതൽ. ഞാനിപ്പോൾ ഏകദേശം 22 രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആയുർവേദം ക്ലാസ്സുകൾ
പിന്നെ സെമിനാറൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ആക്സെപ്റ്റൻസി ഒക്കെ ഇന്ത്യനേക്കാളും കൂടുതൽ ആക്സെപ്റ്റൻസി വരുന്നത് വിദേശത്തു നിന്നുള്ളവർക്കാണ്. കാരണം അവർ അതിൻ്റെ ശരിയായ ഇത് മനസ്സിലാക്കിയിട്ട് ആയുർവേദം എന്താണ്, ശരീരത്തിന് നല്ലതാണെന്ന് വെച്ചാൽ ഇന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇപ്പം കുറച്ചുകൂടി ഉണരണം. അതുമാത്രമല്ല ഇന്ന് ആയുർവേദത്തിനെതിരെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾ ഭയങ്കര എതിർപ്പ് വരുന്നുണ്ട്. അത് വസ്തുനിഷ്ഠമല്ല, അതാ സത്യം. പക്ഷേ അത്തരം ആ വിഷയത്തിൽ നൈപുണ്യമുള്ള ആൾക്കാർ ആയുർവേദത്തെക്കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ അവർക്ക് അതിൽ യാതൊരു നൈപുണ്യവും ഇല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. എക്സാമ്പിൾ ഒരു ഉദാഹരണത്തിന് പറയാം, പിന്നെ ഇതിൻ്റെ പറഞ്ഞ നെല്ലിക്ക കഴിക്കാൻ പാടില്ല, അത് തകരാറാണ്. കുറേ ആൾ നെല്ലിക്ക കഴിക്കൽ നിർത്തി. പക്ഷേ റിസർച്ച് എന്ന് പറയുമ്പോൾ കുറേ ബേസ് ഉണ്ട്, എങ്ങനെ റിസർച്ച് ചെയ്യണം അതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ഇതുണ്ടാകാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അതിൽ നൈപുണ്യമുള്ള ആളായിരിക്കണം അഭിപ്രായം പറയുന്നതും കേൾക്കുന്നവർ ആരാ അഭിപ്രായം പറയുന്നത് ചിന്തിക്കുകയും ചെയ്യണം. എന്നിട്ട് വേണം തീരുമാനം എടുക്കുക. അല്ലാതെ ഒരു ശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആൾ മറ്റു ശാസ്ത്രത്തെക്കുറിച്ച് വിമർശിക്കുമ്പോൾ അയാൾക്ക് അത്ര നോളജ് ഉണ്ടാകണമെന്നില്ല അത്. അപ്പോൾ ഇങ്ങനൊരു ഇത് നമുക്കിപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ഇതൊരു വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. വെറുതെ വസ്തുനിഷ്ഠമല്ലാത്ത രീതിയിൽ പലപ്പോഴും പലയാളും ധാരണ ആയുർവേദം പഴയ ലെവലിലാണ്, റിസർച്ച് നടക്കുന്നില്ല, ശാസ്ത്രീയമായ ബേസില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് എത്രയോ റിസർച്ച് നടക്കുന്നുണ്ട്. അത് ഈ ആയുർവേദം ഒരു സുഖചികിത്സയ്ക്ക് മാത്രം പോകേണ്ട ഒരു ശാഖയാണ് എന്നൊരു ധാരണ പൊതുവെ ഇപ്പോൾ മനുഷ്യർ കൂടി വരുന്നുണ്ട്. അത് നാട് മുഴുവനുള്ള ബോർഡുകൾ സുഖചികിത്സ. പക്ഷെ അല്ല, അതിന് പ്രാധാന്യമുണ്ട്. പിന്നെ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ എന്നാണ്. അതാണ് ആയുർവേദത്തിൽ ഏറ്റവും പ്രാധാന്യം. പിന്നെ ഈ സ്വാസ്ഥ്യ സംരക്ഷണം ആതുരസ്യ വികാര പ്രശമനം എന്ന ആയുർവേദത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. സ്വസ്ഥന് ആരോഗ്യമുള്ളവൻ്റെ ആരോഗ്യം നിലനിർത്തുകയും രോഗമുള്ളവനെ ചികിത്സിക്കുകയും ചെയ്യാവുന്ന ആയുർവേദത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ് അതാണ്. അപ്പോൾ ഈ സുഖചികിത്സ എന്ന് പറയുമ്പോൾ സ്വാസ്ഥ്യ സംരക്ഷണം, ഈ സ്വസ്ഥൻ്റെ അല്ലെങ്കിൽ ആരോഗ്യമുള്ളവൻ്റെ പിന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നില്ലാണ് സുഖചികിത്സ എന്നത്. ഈ രണ്ട് ചികിത്സ സെയിം തന്നെയാണ്. ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന ചികിത്സ സെയിം ആണ്. പക്ഷേ ഒരു രോഗിക്ക് കൊടുക്കുമ്പോൾ അയാളെ അനലൈസ് ചെയ്തിട്ട് അയാൾക്ക് ഏത് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടതെന്നുള്ള നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരാൾക്ക് തടവുന്നു, ഒഴിച്ചിൽ നടത്തുന്നു, ശിരോധാര ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഹെൽത്തിയായ പേഴ്സൺ ചെയ്യുമ്പോൾ ഇത് സുഖചികിത്സ, മറ്റാൾക്ക് ചെയ്യുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ്, അത്രേ വരുന്നുള്ളൂ. ട്രീറ്റ്മെന്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ ഇന്ന് സുഖചികിത്സ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ പല വ്യാഖ്യാനങ്ങളും പല അർത്ഥങ്ങളും, സുഖത്തിന്റെ സ്വഭാവം തിരിച്ചു വരാം. ദിനേശൻ ഗുരുക്കളെ, ഈ കളരി മർമാണി ചികിത്സ എന്നൊക്കെ ബോർഡ് കാണാറുണ്ട്. കളരി മർമാണി ചികിത്സ, എന്താണ് ഈ കളരി മർമാണി വരുന്നത്? കളരി മർമാണി ചികിത്സ എന്നൊക്കെ പല സ്ഥലത്തും ബോർഡിൽ. ഈ കളരിയും മർമ്മമായിട്ടുള്ള ബന്ധമാണ് ഒരു അതിലും മെയിനായിട്ട് കിടക്കുന്നത്. അപ്പം മർമ്മ ചികിത്സ അതിൻ്റെ ഉപയോഗിക്കുന്ന ഈ മർമാണി എന്ന് പറഞ്ഞ ഒരു പേസ്റ്റ് ഉണ്ട്. അതാണ് ഈ പൊട്ട് തടവിന് ഒക്കെ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ മകൻ ഷാർജയിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ, ഡോക്ടറാണ് അല്ല തെറാപ്പിസ്റ്റും, പഞ്ചാർമ തെറാപ്പിസ്റ്റാണ്. പക്ഷെ എല്ലാവരെയും കെട്ടാനും. അപ്പം ഇവൻ ആണ് കെട്ടുക ഒരു ദിവസം 15 മസാജൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. നേരത്തെ അവർ ആയുർവേദ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ചത് പൊട്ടിനെല്ലാം മുറിവെണ്ണയാണെങ്കിൽ ഇവൻ പോയതിന് ശേഷം അത് ഞങ്ങളുടെ ഈ മർമാണി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 5-10 മരുന്നുകൾ കൂടിയ ഇപ്പോൾ ഒരു 6 കിലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുത്തു വിടണം, കുടിച്ചിട്ട് കൊടുത്തു വിട്ടാൽ അവൻ പിന്നെ അത് പിടിക്കൂലേ? ഇല്ല, ഇത് പിടിക്കൂല. അത് മകള് കൊടുക്കും. എൻ്റെ എഴുതിയാലും സ്വീകരിക്കും, കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിൽ മർമ്മ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മർമ്മ ചികിത്സ. ഈ കളരിക്ക് ഇപ്പം ഇവർക്ക് പഠനം പൂർത്തിയാക്കുന്നതിന് കോഴ്സ് ഉണ്ട്. ഒരു ആയുർവേദ ഡോക്ടർ 5.5 വർഷത്തെ കോഴ്സാണ്. കളരി ഒക്കെ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ? അതിനൊരു ഡോക്ടറേറ്റ് ഉണ്ടോ? ഒരു ഡോക്ടർ ഉണ്ടോ? ആ ലെവലിലൊന്ന് ചോദിച്ചാൽ എന്താണ്? ഇതൊന്നുമില്ല. ഇതിനിടെ എവിടെയെങ്കിലും കോഴ്സ് ഉണ്ടോ ഇതിനിടെ പിന്നെ SM കോളേജിൽ അങ്ങനെ ഒരു കോഴ്സ് വന്നിരുന്നു. പക്ഷെ പിന്നെ അത് ക്ലോസ് ചെയ്തു. എവിടെയെങ്കിലും ഉണ്ടോ മറ്റു സ്ഥലത്ത്? അറിയില്ല ആ രൂപത്തിൽ. കളരി മർമാണി ചികിത്സ എന്ന പേരിൽ ഒരു കോഴ്സ് നിലവിലില്ല. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. പാരമ്പര്യമായി ആർജിക്കുന്ന ഒരു സാധനം മാത്രം. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദ പിന്നെ ഡോക്ടേഴ്സും ഇതൊക്കെ ഈ കളരി ചികിത്സേനെയും പാരമ്പര്യ വൈദ്യന്മാരെയും എതിർത്തുകൊണ്ട് ഇപ്പം വമ്പൻ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഈ ആയുർവേദ ഡോക്ടർമാർക്ക് ഒരു ശാസ്ത്രീയമായ സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പഠിച്ചിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തെ അപ്ലൈ ചെയ്ത കുഴപ്പമില്ല. നിങ്ങൾ സ്വന്തമായിട്ടാണ് നിങ്ങൾ റിസർച്ച് നടത്തുന്നത്, എന്നിട്ട് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ചികിത്സിക്കുന്നത്. അപ്പൊ പറയുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാകില്ലേ ഗുരുക്കളെ? ഞങ്ങളെ സമ്മതിക്കുന്നു. കാരണം എൻ്റെ മകളും ആയുർവേദ ഡോക്ടറാണല്ലോ. അപ്പോൾ അവള് എന്നെ എതിർക്കും ഈ കാര്യത്തില്. കാരണം അവരെത്രയോ കൊല്ലങ്ങൾ ഇപ്പൊ അവള് ഞാൻ മനസ്സിലാക്കിയത് ഒരു 7 കൊല്ലത്തോളം പഠിച്ചിട്ടാണ് അവള് ഡോക്ടർ.
അപ്പോൾ അങ്ങനെയുള്ള അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായിട്ട് ഞങ്ങളെ കളരി ചികിത്സയിൽ വളരെ പാരമ്പര്യം കുറഞ്ഞവർ ചികിത്സിക്കുന്നുണ്ട്. അത് തെറ്റാണ്. മിനിമം എത്ര വർഷത്തെ പാരമ്പര്യം വേണം ഇതിനൊരു കാറ്റഗറി വേണം? ചുരുങ്ങിയ ഒരു 10 വർഷം പാരമ്പര്യം വേണം. അത് ഇന്നത്തെ തലമുറക്ക് ഇല്ല. അത് സത്യമാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിന് ഞങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഇല്ല, പഠിച്ചിട്ട് ചെയ്യണം. പഠിക്കാതെ സിലബസ് ഇല്ലല്ലോ. സിലബസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിനുള്ള ഒരു എന്തെങ്കിലും ഗ്രന്ഥമുണ്ടോ കളരിയായിട്ട്? ഗ്രന്ഥം കുറേ ഗ്രന്ഥങ്ങളുണ്ട്. നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഷൈനിയോട് ചോദിക്കാം. ഷൈനി, കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ അന്ന് പഠിച്ചിരുന്ന ആ പഞ്ചകർമ്മ കോഴ്സിന് എത്ര ആളുണ്ടായിരുന്നു അന്ന്? ഞങ്ങളന്ന് ഒരു 7 ലേഡിയും 4 ജനറൽ. ആദ്യത്തെ ബാച്ചുകാർ നിങ്ങളാണോ? അതെ, അത് കുറെ കാലമായിട്ട് ഓർമ്മയിലില്ല. പക്ഷെ അന്ന് ഇവിടെ ഈ സ്ഥാപനങ്ങളൊന്നും ഇല്ല. ഇവിടെ അന്ന് ഈ സ്ഥാപനങ്ങളും പഞ്ചകർമ്മ ഈ തെറാപ്പി പരിപാടിയൊന്നും ഇല്ല. അറിയില്ലായിരുന്നു. പക്ഷേ അന്ന് ഈ പൊയിലാൻ സാറ് കണ്ണൂരുണ്ടായിരുന്നു. നിങ്ങൾ നേരെ തിരുവനന്തപുരത്ത് പോയി, ശാന്തിഗിരി പോയി. ആദ്യമായിട്ട് തടകാൻ പറഞ്ഞപ്പോ എന്താ തോന്നിയത്? ആദ്യമായിട്ട് ഞങ്ങൾക്ക് 3 മാസം ട്രെയിനിങ്ങും ഭാഷ പഠിക്കാനുള്ള ടൈമാണ് അവർ തന്നത്. എന്തിനാണ് ഈ ഭാഷ? അവര് ഭാഷ വിദേശികൾക്ക് വേണ്ടിയിട്ടാണ്. തെലുങ്ക് പഠിക്കണല്ലോ സാർ. അല്ല, നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി പ്രാക്ടീസ് ചെയ്ത്? തിരുവനന്തപുരത്ത് ഞങ്ങൾ 3 ദിവസമേ നിർത്തിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഹൈദരാബാദിന് കയറ്റി വിട്ടു. തിയറി ആയിട്ട് ഹൈദരാബാദിലേക്ക് പോയി. അവിടെ പോയിട്ട് അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പ്രാക്ടീസ് പേഷ്യന്റിൽ തന്നെയാണ് തുടങ്ങുന്നത്. അതെ സാർ. അപ്പോൾ ഇന്റർവ്യൂ അവിടെ എത്തി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടർമാര് ഞങ്ങളന്ന് മെലിഞ്ഞിട്ട് 2 പേരാ പോയത്. ഞങ്ങൾ 2 കുട്ടികൾ പോയപ്പോൾ അവർക്ക് തന്നെ തോന്നി ഇവർക്ക് പഞ്ചകർമ്മ ചെയ്യാൻ പറ്റില്ല, ആരോഗ്യമില്ലെന്ന് പറഞ്ഞു അവിടുത്തെ ഡോക്ടർ. സാർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആരോഗ്യമാണ് അവരുടെ ഇത്. എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും ബലത്തിൽ ചെയ്താൽ മാത്രമേ അവർക്ക് അതിന്റെ എഫക്ട് കിട്ടുള്ളൂ. അപ്പോൾ കൈക്കും ബലം വേണം, കാലിനും ബലം വേണം. കാലമർത്തി വെച്ചാണല്ലോ ഞങ്ങൾ കൈയോട് ചെയ്യുന്നത്. അപ്പോൾ കളരി വരുമ്പോൾ നിലത്തിട്ടിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഞങ്ങള് ഞാൻ കളരി പഠിച്ച ഒരാളെടുക്കുന്ന കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. കളരി പഠിച്ചിട്ടുണ്ടോ? കളരി പഠിച്ചിട്ടില്ല. കളരി ഗുരുക്കളിൽ നിന്ന് ചികിത്സയുടെ ചില ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് അവർ ഇന്റർവ്യൂ കഴിഞ്ഞു. ശരി, 3 മാസം നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ജോലിക്ക് എടുത്തു. കാരണം രാവിലെ ഞങ്ങൾക്ക് 4 മണിക്ക് അവിടെ എഴുന്നേൽക്കണം. അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 മണിക്ക് എഴുന്നേറ്റ് രാത്രി 11 മണി വരെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡ്യൂട്ടി തന്നെയാണ്. 11 മണി വരെ ഡ്യൂട്ടി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സേഫ്റ്റിയാണ് തോന്നിയത് അവിടെ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വരുന്ന പേഷ്യൻസ് അവരുടെ അതെ. അപ്പോൾ ഞങ്ങളെ തമാശയാക്കുമായിരുന്നു അവിടെയുള്ള ആൾക്കാരൊക്കെ. കാരണം മേലെ കയറി നമുക്ക് ഉദ്വർത്തനം പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് സാർ, തടി കുറക്കുന്നത്. ആ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോഴേ നിങ്ങൾ എങ്ങനെ ചെയ്യാം, നിങ്ങൾ മേലെ കയറി ഇരുന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ തമാശ. അപ്പൊ ഞങ്ങൾ അതിൽ നോക്കി അതിജീവിച്ച്, കാരണം വെച്ചാൽ ഞങ്ങളുടെ ഒരു പേഷ്യന് സന്തോഷത്തോടെ അതെ കണ്ണൂരിൽ നിന്ന് അങ്ങനെ ആന്ധ്രയിലെത്തി തിരുവനന്തപുരം വഴി അല്ലേ? എന്റെ ചോദ്യം ഇതാണ്. മഴക്കാലം വന്നു, കർക്കിടകത്തിൽ ആയുർവേദ ചികിത്സ ചെയ്യണമെന്നാണ് പറഞ്ഞു കേൾക്കാറ്. പക്ഷെ ഇന്നത്തെ കർക്കിടകത്തിൽ എപ്പോഴും മഴ ലഭിക്കാറുണ്ടോ? എപ്പോഴാണ് ഈ ചികിത്സ ശരിക്കും ചെയ്യേണ്ടത്? ഇത് മഴക്കാല ചികിത്സ ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു പ്രാധാന്യം അതിൽ വരുന്നത് തലക്കെട്ടിൽ തന്നെ ആയുർവേദ ചികിത്സ വേണമെന്നുള്ളൊരു ദുനിയൻ അതിൽ വരുന്നുണ്ട്. എന്തുകൊണ്ട് മഴക്കാലം എന്നുള്ളതിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം നമ്മളിൽ ആയുർവേദത്തിൽ ഋതുക്കളുണ്ട്, സീസൺസ്, 6 സീസൺസ് ഉണ്ട്. ആ സീസണിൽ ഒരു സീസണിൽ നിന്ന് മറ്റൊരു സീസണിലേക്ക് മാറുമ്പോൾ നമ്മളെ ആരോഗ്യത്തിന് സ്വഭാവത്തിന് മാറ്റം വരും. അപ്പോൾ അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സീസൺ എന്ന് പറയുന്നത് 2 മാസമാണ്. അപ്പം 2ാമത്തെ മാസത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണോ അത് പറയുന്നത്? പിന്നെ ശിശിരോഗത വസന്തസ്ഥ ഗ്രീഷ്മ വർഷ ശരത്തുമാകാം. ശിശിര വസന്ത ഗ്രീഷ്മ ശരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വർഷ ശരത്തുമാകാം. ഇങ്ങനെയാണ്. അപ്പം പിന്നെ അവിടെ വരുന്ന വ്യത്യാസം പറഞ്ഞാൽ ഓരോ സീസണിൽ മറ്റു സീസണിലേക്ക് പോകുമ്പോഴുള്ള ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ, ശരീരം ഉൾക്കൊള്ളുന്ന രീതി, അത് പലപ്പോഴും നമുക്ക് പ്രശ്നമായി വരും. അപ്പോൾ അതിൽ ഏറ്റവും വലിയ മാറ്റം വരുന്നത് വേനൽക്കാലത്ത് നിന്ന് മഴക്കാലത്തേക്ക് പോകുമ്പോഴാണ്. നല്ല ചൂടുന്ന് പെട്ടെന്ന് മഴക്കാലത്തേക്ക് പോകുമ്പോൾ ശരീരത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അതിൽ കുറേ കാരണങ്ങൾ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു പറയുന്നത് വെച്ചാൽ, ഒന്ന് വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറഞ്ഞു വരും. പിന്നെ ഏറ്റവും വലിയ ഇത് ബേസിക് എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശക്തിയാണ് എല്ലാത്തിനും വേണ്ടത്. ഇപ്പോൾ ഈവൻ നമ്മൾ ക്യാൻസർ അടക്കം പിന്നെ പ്രതിരോധ ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിലേക്ക് കൺസെപ്റ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. നല്ല പ്രതിരോധ ശക്തി കൂട്ടുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ പല ക്യാൻസർ രോഗിൻ്റെ എടുത്തു നോക്കിയാൽ തെളിവാണ്. കാരണം അവർ സ്ട്രെസ്ഡ് ആയിരിക്കും പലപ്പോഴും. ഇപ്പോൾ ലേഡീസിന് എടുത്തു നോക്കുകയാണെങ്കിൽ പല സ്ട്രെസ് ഉണ്ടാവും. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ മറ്റൊക്കെ വരാം. അധികകാലം സ്ട്രെസ് ബേസ്ഡ് ലൈഫിലാണ്
പല അസുഖങ്ങളും വരുന്നത്. മെയിൻലി ക്യാൻസർ, ഡയബറ്റിക്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ ഈ ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഈ വേനൽക്കാലത്ത് അതിയായ ചൂടും ഇതുകൊണ്ട് നമ്മളെ ശരീരബലം കുറഞ്ഞ് പെട്ടെന്നുള്ള മഴ വരുമ്പോൾ അത് നമുക്ക് പിടിച്ചേക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിൽ ആയുർവേദത്തിൽ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്തുള്ള പൊടിപടലങ്ങളും ഈ ധൂമങ്ങളൊക്കെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കും. ആ അന്തരീക്ഷത്തിൽ നിൽക്കും, പെട്ടെന്ന് മഴ വരുമ്പോൾ അത് മുഴുവൻ താഴോട്ട് വരും. അപ്പോൾ ഇതിന് അമ്ലത്വം കൂടുതലായിരിക്കും എന്ന് പറയുന്നത് ഇതിന്. അത് മാത്രമല്ല, ഈ വരുന്ന വെള്ളം ചളിയും അതേപോലെ ഈ പല ഈ ചീഞ്ഞളിഞ്ഞ സാധനങ്ങളായിട്ട് ഈ വെള്ളം ഒഴുകുകയും ചെയ്യും. അപ്പോൾ നമ്മളെ ഭൂമിയും അന്തരീക്ഷവും ദുഷിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യത വളരെ കുറയും. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ശരീരത്തിൻ്റെ പ്രതിരോധം കുറയും. അതിൻ്റെ ഒരു കാരണം പറഞ്ഞു വെച്ചാൽ ആയുർവേദത്തിൽ പറയുന്നത് രോഗാസർവാഭി മന്ദാക്കുന്നതാണ്. നമ്മളെല്ലാ രോഗത്തിനും കാരണം ലോ ഡൈജസ്റ്റീവ് ഫയർ, ദഹനശക്തി കുറയാണ്. മഴക്കാലത്ത് ദഹനശക്തി കുറയും. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും രോഗം വരാനുള്ള ഇത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ കാലാവസ്ഥ വെച്ച് നമ്മളിപ്പോൾ ആയുർവേദത്തിലൊരു ബേസിക് കോൺസെപ്റ്റ് തന്നെ വാതപിത്ത കഫങ്ങളാണ് ഒരു കോൺസെപ്റ്റാണ്. അത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആക്ഷനിൽ, അതിൻ്റെ ഈ പിന്നെ പ്രോപ്പർട്ടീസിൽ നമുക്കറിയാം. ഈ ചികിത്സ മഴക്കാലത്ത് ചെയ്യുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ്. അല്ല, ഞാൻ പറയാം, ഈ ഇപ്പം വാതപിത്ത കഫങ്ങളാണ് നമ്മൾ ഈ ബേസിക് കോൺസെപ്റ്റ്. അതിൻ്റെ ബാലൻസ് ആണ് ആരോഗ്യവും, ഇംബാലൻസ് ആണ് പിന്നെ രോഗം എന്ന് പറയുന്നത്. രോഗസ്ഥ ദോഷവൈഷമ്യം തത്സാമ്യമ രോഗതാണ്. അതിന് സമാവസ്ഥ എന്ന ആരോഗ്യം. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ സമാവസ്ഥയിൽ എത്തിക്കുകയാണുള്ളത്. അപ്പോൾ ഈ മഴക്കാലാകുമ്പോൾ തണുപ്പ് കൂടുന്നത് കൊണ്ട് വാദം വർദ്ധിക്കും. ഈ പിന്നെ മഴ അതിൻ്റെ ഈ ഈർപ്പ അംശം കൂടുതൽ കഫം വർദ്ധിക്കും. പിന്നെ ഈ പുളിരസം, അമ്ലരസം പ്രധാനമായ ഈ കണ്ടീഷൻ ആയതുകൊണ്ട് പിത്തവും വർദ്ധിക്കും. അപ്പോൾ 3 ദോഷങ്ങളും വർദ്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈസിലി നമുക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബോഡീനെ പ്രിപ്പയർ പ്രതിരോധിക്കുക, ഊർജ്ജം ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് തളവല്, ഒഴിച്ചല്, പിന്നെ അതേപോലെ പഞ്ചകർമ്മൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ അഗ്നി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിന് ആയുർവേദം കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് വെച്ചാൽ ഈ ത്രികടു, ചുക്കുമുളക്, തിപ്പല്ലി, അതുപോലെ പഞ്ചകോല ഇതടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. അതേപോലെ പിന്നെ തേനടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണം. പിന്നെ അതിൽ കുറേ നിഷ്കർഷിക്കുന്നുണ്ട്. പിന്നെ വെള്ളം ചൂടാക്കിയിട്ടേ കുടിക്കാവും. അപ്പോൾ ഭയങ്കര ആലോചിക്കേണ്ട കാര്യം. കാരണം നമ്മൾ കോൺസെപ്റ്റിന് 3,000 to 5,000 years ബാക്കാണ് ആയുർവേദം എന്ന് പറയുന്നത്. അന്ന് പറയുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാരണവശാലും ഈ പുഴ വെള്ളത്തിൽ കുളിക്കാനോ കുടിക്കാനോ പാടില്ല. കാരണം അത്രയും മലീമസാണ്. ഈ സമയത്ത് അത്രയും മലീമസാണ്. എല്ലാ സമയത്തല്ല, ഈ മഴക്കാലത്ത് പല ഭാഗത്തുനിന്നും വരുന്ന വെള്ളം മലീമസാണ്. കുളിക്കാനും കുടിക്കാനും പാടില്ല. പകൽ ഉറങ്ങാൻ പാടില്ല. കൂടുതൽ എക്സസൈസ് ചെയ്യാൻ പാടില്ല. സ്ത്രീ സേവ അധികം ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം ലിക്വിഡ് ടൈപ്പ് അല്ലെങ്കിൽ ഈസിലി ഡൈജസ്റ്റബിൾ ആഹാരം കഴിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ കൂടുതൽ തണുപ്പ്, ഈ പിന്നെ മഴയുള്ള ദിവസമാണെങ്കിൽ പുളി, അതേപോലെ ഉപ്പ്, പിന്നെ ഈ നെയ്യടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏതെല്ലാം കണ്ടീഷൻസ് നമ്മളെങ്ങനെ ഇതെല്ലാം ഫോളോ ചെയ്തിട്ടാണ് ചികിത്സയിലേക്ക്. ഇതെല്ലാം അല്ല, ചികിത്സേൻ്റെ കൂടി ഇതും ഫോളോ ചെയ്യണം. കാരണം എന്നിട്ട് നമ്മൾ അഗ്നി വർദ്ധിപ്പിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. തിരിച്ചു വരാം. ഗുരുക്കളെ, നിങ്ങൾക്ക് കളരിയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് ഉണ്ടോ? ശരിക്കും ഉണ്ട്. എന്തൊക്കെയാണത്? ഈ മഴക്കാലത്തെ സംബന്ധിച്ച് അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ ഒരുപാട് പറഞ്ഞതുപോലെ കൂടും. അതേസമയത്ത് മനുഷ്യ ശരീരത്തിൽ പ്രതിരോധശേഷി കുറഞ്ഞ സമയം, അഗ്നിയുടെ കുറവ്, അഗ്നി നഷ്ടപ്പെടും, അത്രയും ഉണ്ടാവില്ല. അപ്പം ഇതിനെ രണ്ടിനെയും പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ ആൾ ആശ്രയിച്ചു വരുന്നത് ഒന്ന് ഒഴിച്ചിൽ തന്നെയാണ്. മരുന്നുകൾ കുറേ ഉണ്ട്. അല്ല, ഞാൻ എൻ്റെ ചോദ്യം, ആയുർവേദത്തിൽ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇവർക്കൊരു മെത്തേഡ്, മരുന്നിൻ്റെ സപ്പോർട്ടും കൂടി ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് അവർ പഠിച്ച സാധനങ്ങൾ വെച്ച് അരിഷ്ടം, കഷായം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ചികിത്സയുടെ ഭാഗമായിട്ട് ആ മെത്തേഡ് കൂടി ഫോളോ ചെയ്യുന്നുണ്ട്. കളരിക്ക് അങ്ങനെ വല്ല മരുന്നുകളുമുണ്ടോ? നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആ രീതിയിൽ നിർദ്ദേശിക്കാറുണ്ടോ? മരുന്നുകൾ ഞങ്ങൾ കൊടുക്കുന്നത് ആയുർവേദ മരുന്ന് തന്നെയാണ്. അത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നത്? അതെ, ഈ തരത്തിൽ നമ്മൾ ഈ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ, പല മരുന്നുകളും കൊടുക്കും. പക്ഷെ അതിൽ അതിൻ്റെ നിങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഒരു സാധാരണക്കാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു കളരി ഗുരു ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മരുന്ന് നിർദ്ദേശിക്കുക? ഇപ്പോൾ ഇവർ പഠിച്ച് 5.5 വർഷത്തെ കോഴ്സിന് ശേഷം വന്നിട്ട് നിർദ്ദേശിക്കുന്നു. ദിനേശ് ഗുരുക്കൾ ഒരു മരുന്ന് എഴുതുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഞങ്ങളെ കൂടെ ഡോക്ടർ ഉണ്ടല്ലോ. ഡോക്ടർ ഉണ്ട്, അത് പറയും. യെസ്, കറക്റ്റ്. ഡോക്ടർ, ഒരു ആയുർവേദ ഡോക്ടർ കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ മരുന്നുകൾ നിർദ്ദേശിക്കും. മരുന്ന് ഞങ്ങൾ ചെയ്യുന്ന വർക്ക് കൂടുതലും
ഈ ഉഴിച്ചിൽ തിരുമലും തടകലുമാണ്. മരുന്ന് ആയുർവേദ ഡോക്ടറാണ് നിർദ്ദേശിക്കുക. അപ്പോൾ ഈ ഉഴിച്ചിലുകളെ സംബന്ധിച്ച് പിന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ എത്രയോ നല്ല സംവിധാനമാണ് ഉഴിച്ചിൽ. ഇപ്പോൾ ഉപയോഗിക്കുന്ന എണ്ണകളൊക്കെ എണ്ണകൾ ഞങ്ങൾക്ക് എണ്ണ നിർദ്ദേശിക്കാം. അത് ഡോക്ടറെ ആവശ്യമൊന്നുമില്ല. എല്ലാ എന്തെണ്ണകളാണ് ഇപ്പം മുക്കൂട്ട് കളരിയിൽ മാത്രം ഉണ്ടാക്കുന്ന മുക്കൂട്ടെണ്ണ. എന്താണ് ഈ മൂന്ന് കൂട്ട്? മൂന്ന് കൂട്ട് എള്ളെണ്ണ, ആവണക്കെണ്ണ, പശു നെയ്യ്, ഇതാ മുക്കൂട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒരു 10ഓളം അങ്ങാടി മരുന്നുകൾ, അതേപോലെ ഏകദേശം ഒരു 10ഓളം പച്ച ഇലകൾ, അതിൻ്റെ ജ്യൂസ്, ഇതൊക്കെ ചേർത്തിട്ടാണ് ഈ മുക്കൂട്ട് ഉണ്ടാക്കുന്നത്. മുക്കൂട്ട് ആയുർവേദത്തിൽ കിട്ടൂല. മുക്കൂട്ട് എങ്ങനെ തിളപ്പിച്ച് എടുക്കുന്ന സാധനം? എല്ലാം തിളപ്പിച്ച് എത്ര സമയം എടുത്ത് എങ്ങനെയാണ് ആ പച്ച ഇലകളിൻ്റെ ജ്യൂസ് കുറുക്കി എത്രയോ ഒരു ദിവസവും അതിൽ മേലെയെല്ലാം വേണം. അതിന് ആവശ്യത്തിനനുസരിച്ച് കൂടാം. അതുപോലെ മുറിവെണ്ണ ഒരു കാലത്ത് പിന്നെ അതും കളരിയിൽ നിന്ന് ഉണ്ടായതാണ് മുറിവെണ്ണ. ആയുർവേദം ഇപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഓയിലുകൾ കളരിയിൽ നിന്ന് വന്നതാണ്. ആ ഓരോ ശരീരത്തിനനുസരിച്ച് വാതാപിത്ത കഫ 3 ഘടകങ്ങളനുസരിച്ച് ഏത് അസുഖമാണോ അല്ലെങ്കിൽ ഏത് ശരീരമാണോ ആ അവസ്ഥക്കനുസരിച്ചാണ് ഓയിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ പിത്ത പേഷ്യൻ്റ് ആണെങ്കിൽ പിണ്ടത്തൈലം യൂസ് ചെയ്യും. അങ്ങനെ ഓരോ രീതിയിലുള്ള ഓയിൽ യൂസ് ചെയ്തിട്ട് അവരുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ ഉഴിച്ചിലേക്ക് കൂടി തീർക്കും. അതാണ് നമ്മുടെ ചികിത്സ. അത് മർമ്മത്തിനെ ആധാരമാക്കിയിട്ട് തന്നെയാണ് ഈ ഉഴിച്ചിൽ ചെയ്യുക. ഇപ്പോൾ ചവിട്ടി ഉഴിച്ചിൽ ചെയ്താൽ സൗന്ദര്യം വർദ്ധിക്കും, രോഗം ഉണ്ടാവില്ല, അറ്റാക്ക് വരില്ല, പിന്നെ മസിൽസിനും എല്ലിനും എല്ലാം ബലം ഉണ്ടാവും. രക്തചംക്രമണം കൂടുന്നത് കൊണ്ട് തന്നെ ബ്ലോക്കുകളോ കാർവാടോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു 30-30 ഗുണങ്ങളുണ്ട് ഒരു ഉഴിച്ചിലിന്. അത് എല്ലാ വർഷവും ഇപ്പം 40 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഉഴിച്ചിൽ ചെയ്യുന്നവരൊക്കെ എൻ്റെ കീഴിലുണ്ട്. അപ്പം അവരെല്ലാ വർഷവും 14 ദിവസമാണ് നോർമലായിട്ട് അതിൻ്റെ കോഴ്സ്. പക്ഷെ അതിൽ ചില ആൾക്ക് അത്രയും ചെയ്യാൻ പറ്റൂലെങ്കിൽ അത് കുറച്ചും ചെയ്ത് കൊടുക്കും. നമുക്ക് തിരിച്ചു വരാം. കളരി ചികിത്സയുടെ ഉഴിച്ചിൽ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് നമുക്ക് ഷൈനിയോട് ഒരു കാര്യം ചോദിക്കാം. ആന്ധ്രയിൽ നിന്ന് പിന്നെ തിരിച്ച് എത്ര വർഷം ആന്ധ്രയിൽ ജോലി ചെയ്തു? അവിടെ ഈ ചികിത്സ ആയുർവേദ ഡോക്ടർ കീഴിലാണ് വർക്ക് ചെയ്തത്? അതെ സാർ, അത് അവര് തിരുപ്പതിയാണ് ട്രെയിനിങ് കഴിഞ്ഞത്. ആയുർവേദ ഡോക്ടർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞു. അവർ ട്രെയിനിങ് എടുത്തത് ശാന്തിഗിരിയിലാണ്. ആ ഡോക്ടറെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തത്. ആന്ധ്രയിലെ കാലഘട്ടം എങ്ങനെയുണ്ടായിരുന്നു? അവിടുത്തെ രീതികൾ എങ്ങനെയാണ്? അവിടെ പേഷ്യൻസ് ഉണ്ടാവും സാർ, നന്നായിട്ട് പേഷ്യൻസ് ഉണ്ടാവും. അവർക്ക് ഏറ്റവും കൂടുതൽ സ്കിൻ പ്രോബ്ലമാണ്. കാരണം വെച്ചാൽ അവിടെ ചൂട് കൂടുതലാണ്. എന്താണ് പഞ്ചകർമ്മ തെറാപ്പി എന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. മെയിനായിട്ട് അവിടെ ചെയ്യുന്നത് തക്രാണ്. തക്രധാര എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫുള്ളായിട്ട് ഉണ്ടാവും. ഞങ്ങൾക്ക് കേരളത്തിൽ കുറവാണ്, ഞാനിവിടെ കണ്ടതിൽ കുറവാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 10 പേഷ്യൻറ്റ് വരികയാണെങ്കിൽ അതിൽ 8 പേഷ്യൻറ്റ് സ്കിൻ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ തന്നെ തക്രധാരയാണ് മെയിനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ആരോഗ്യ സംരക്ഷണത്തിന് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അവിടെ പൊതുവെ ബൾക്കിയല്ലേ, ആളുകൾ തടിച്ചിട്ടുള്ള ഉണ്ടാവും, അസുഖമുള്ളവരുണ്ട്. പക്ഷെ ഞങ്ങൾ ഹൈദരാബാദ് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ഹൈ പാർട്ടികളാണ്. അപ്പോൾ തന്നെ അവർ കൂടുതൽ മസാജ് മാത്രമാണ്. അതായത് ബോഡി മസാജ്. ഓപ്പോസിറ്റ് സെക്സ് ആണോ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, ലേഡീസും ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അത് അവർക്ക് നിർബന്ധമാണ്. കാരണം വെച്ചാൽ ഒന്നാമത് ശാന്തിഗിരി ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അതെ, അവര് പെൺകുട്ടികളെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തി അവിടെ വർക്ക് ചെയ്യുന്ന ആൺകുട്ടികളോട് പോലും സംസാരിക്കാൻ സമ്മതിക്കില്ല അവർ. അങ്ങനെയുള്ളൊരു അതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ അവർ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് റിട്ടേൺ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നതും വീട്ടിൽ പേര് അറിയിക്കും. വീട്ടിലെത്തിയാൽ വീട്ടിൽ നിന്നുള്ള പേര് അവിടെ അറിയിക്കണം. അതെ അതെ. ഡോക്ടർ പോയിൽ ആദ്യം ഒരു ചോദ്യം. ഈ ആയുർവേദ ഈ മഴക്കാല ചികിത്സയ്ക്ക് ശരാശരി എത്ര ദിവസത്തെ ചികിത്സയാണ്? 7, 14, 21. ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രധാന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ ഇപ്പോൾ ഈ തടവിൽ ഉഴിച്ചിലൊക്കെ വരുന്നത് അല്ല, അതൊക്കെ വരുന്നത് പഞ്ചകർമ്മ ചികിത്സേൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അന്ന് പഞ്ചകർമ്മത്തിലേക്ക് നമ്മൾ പോവുക. പ്രീ പഞ്ചകർമ്മ എന്നറിയും, പൂർവ്വകർമ്മം. അതിലാണ് നമ്മൾ തടവലും ഉഴിച്ചലും ഇതൊക്കെ വരുന്നത്. പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ചെയ്യുന്ന ഈ തടവലും ഈ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ്, പഞ്ചകർമ്മ എന്ന് പറഞ്ഞാൽ 5 കർമ്മങ്ങളാണ്. 5 കർമ്മങ്ങളാണ്. അത് ഏതൊക്കെയാണ് കർമ്മങ്ങൾ? പിന്നെ നിരൂഹം, പിന്നെ രക്തമോക്ഷം, വിരേചനം, നസ്യം, മൂക്കിൽ നെറ്റിക്കുക.
വസ്തി വിരേക വാമനം, വസ്തി പറയാം. ഈ വസ്തി ഉണ്ട്, വിരേചനം, വമനം, രക്തമോക്ഷം, നസ്യം. വമനം ഛർദ്ദിപ്പിക്കുക. അപ്പം നമ്മൾ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ദോഷങ്ങൾ കോപിച്ചിട്ട് മൊത്തം ശരീരത്തിലെത്തും. അതിനെ നമ്മൾ വയറ്റിലേക്ക് കൊണ്ടുവരണം. ഈ വയറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം എന്നിട്ട് ഏത് തരം ദോഷമാണ് അതിനനുസരിച്ച് ചികിത്സ. ഇപ്പോൾ കവപ്രധാനമായ ദോഷമാണ്, ഇപ്പോൾ ആസ്തമ പോലത്തെ കേസാണെങ്കിൽ, അല്ലെങ്കിൽ ചില സ്കിൻ പ്രോബ്ലം കവപ്രധാനമാണെങ്കിൽ വമനം ചെയ്യും. പിന്നെ പിത്താദിക്കാണെങ്കിൽ വയറിളക്കും. വാതാദിക്കാണെങ്കിൽ മെഡിക്കേറ്റഡ് എനിമ, വസ്തിയിൽ ഈ ഗുദമാർഗത്തിൽ ചെയ്യുന്ന വസ്തി ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പൂർവകർമ്മമായിട്ട് ശരിക്ക് ഈ പിന്നെ ഈ ഉഴിച്ചിലായാലും പിഴിച്ചിലായാലും ഈ തടവലായാലും ഒക്കെ വരുന്നത് പൂർവകർമ്മമായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ ലാസ്റ്റ് ഒരു വിരേചനം ഇത് കൊടുത്തിട്ടാണ് അവസാനിപ്പിക്കുക. അല്ല ശരിക്കും ഈ 14 ദിവസം 21 ദിവസം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ആരോഗ്യ രോഗം അനുസരിച്ച്. വസ്തുതയുടെ ഒരു കാര്യം, നിങ്ങളുടെ ഈ തടകല് തിരുമലൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലാണല്ലോ ചെയ്യുക. അത് മനുഷ്യന്റെ ശരീരത്ത് കയറി നിന്നുള്ള തടകലൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഇല്ല, അതില്ല. പഞ്ചായർബയിൽ അതില്ല. കൈകൊണ്ടുള്ള പരിപാടി, കൈകൊണ്ട് മാത്രമേ. കൈകൊണ്ട് നിങ്ങൾ ചെയ്താൽ ഈ എഫക്റ്റീവ് ശരിക്കും. അതാണ് സാർ, ഞങ്ങൾ ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ്. കാരണം വെച്ചാൽ ഞാനും എൻ്റെ ഒരു ജൂനിയർ ഇപ്പോൾ ഒരു പേഷ്യൻസിന്റെ മേത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് ജൂനിയർ ആണോ സീനിയർ ആണോ എന്നുള്ളത്. ബലം വെച്ച്. അപ്പോൾ അത് അവർ ഡോക്ടർമാരോട് പറയും. കാരണം എന്താ വെച്ചാൽ അവർ തടവുന്നതിൽ ഒരാൾ വ്യത്യാസം ഉണ്ടെന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയും അത് ഇന്നയാൾ തടവിയാൽ മതി. ഡോക്ടർമാർക്ക് പറയാനുള്ള ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ സീനിയേഴ്സിനെ തന്നെ ഇടും. കാരണം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വർഷം തോറും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന തെറാപ്പിസ്റ്റ് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ചികിത്സയ്ക്ക് എത്തുന്നവരൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ 40 വർഷമൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്ന്. അപ്പൊ ഈ ഫസ്റ്റ് ഒക്കെ വരുന്ന ഒരാള് ഈ കളരി ചികിത്സയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതൽ എടുക്കേണ്ടി വരും? അങ്ങനെ ഇപ്പൊ കളരി സ്ഥിരം ചെയ്യുന്ന ആൾ, പുതിയ ആളുകൾ വരുന്നവരുടെ എണ്ണം എത്രമാത്രം ഉണ്ട്? ഇപ്പൊ പുതിയ ആളുകൾ വരുന്നുണ്ടോ? കൂടുതൽ പുതിയ ആളുകളെല്ലാം ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം കളരി ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് കൂടുതലും ഈ മസാജ് അല്ലെങ്കിൽ ഒഴിച്ചൽ തന്നെയാണ് സ്വീകരിക്കുക. കാരണം ഈ ഒഴിച്ചലിനെ കൊണ്ട് പല രോഗങ്ങളും മാറ്റാം എന്നുള്ളത് ഈ വരുന്നവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. ഏറ്റവും പുരാതനമായ ഒരു ചികിത്സാ രീതിയാണല്ലോ ഇത്. നമ്മൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് കളരി ഗുരുക്കളും വൈദ്യന്മാരുമാണല്ലോ നാട്ടിൽ ചികിത്സ. അതെ. ഉദാഹരണത്തിന് പിന്നെ ഒരു ആസ്മയുള്ളൊരു പേഷ്യൻറ്റിന് ഞങ്ങൾ പ്രത്യേക രീതിയിൽ ഒരു ഞരവ് പിടിച്ച് 41 പ്രാവശ്യം, മറ്റുള്ളവരെ 14 പ്രാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് 41 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആസ്മേൻ്റെ ഇത് വളരെ കുറഞ്ഞു കിട്ടും. പിന്നെ ഒരു മെൻ്റലി പ്രോബ്ലം ഉള്ള ഒരാളെ ഹെഡ് മസാജ്, അതായത് തല മസാജ് നമ്മൾ ചെയ്യും. ഒരു 5-8 മിനിറ്റ് നേരം തല മസാജ് ചെയ്താൽ അതും അവർക്ക് കുറഞ്ഞു കിട്ടും. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഓരോ രോഗത്തിനും ഇപ്പം ബൾജ് വ്യാപകമായി ഇന്ന്. ആ ബൾജിന് ഓപ്പറേഷൻ ഡിസ്ക് ബൾജ് ചെയ്യുമ്പോൾ ഈ ഓപ്പറേഷനാണ് അലോപ്പതിയിലുള്ളൂ. ഓപ്പറേഷനേ ഉള്ളൂ. അങ്ങനത്തെ എത്രയോ കേസുകൾ ഈ ഓപ്പറേഷൻ ഇല്ലാതെ ഞങ്ങൾ ചെയ്തു കൊടുക്കും മസാജിന്. അതിനെല്ലാം പ്രത്യേക ടെക്നിക്കുകളുണ്ട് ഈ കളരി ഒഴിച്ചലിന്. അതെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് തിരിച്ചു വരാം. എൻ്റെ ചോദ്യം, ഈ ഓപ്പോസിറ്റ് സെക്സ് ആണിന് പെണ്ണ് ഇത് ചെയ്യുന്നു, തലകലും തിരുമലും ചെയ്യുന്നു, അതിന് വ്യാപകമായി കാണുന്ന ഒരു സംഭവമാണ്. താങ്കളുടെ സ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കുഴപ്പമുണ്ട്? ചെയ്യുന്ന കുഴപ്പം ഇപ്പം ശരിയായ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം കോടതി പോലും അത് അംഗീകരിച്ചിട്ടുണ്ട്. ഒരു ദിസ് പാർട്ട് ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷെ ഇന്ന് ഉദ്ദേശിച്ച് വരുന്നവർ അതല്ല. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം സ്ത്രീകൾ തന്നെയാണ് മെസ്സേജ് ചെയ്യുന്നത്, ബോയ്സ് ആയാലും. പക്ഷെ അതിന് പ്രൊഫഷണൽസ് ഉണ്ട്. ഇത് അതില്ല. എല്ലാം ഇത് തന്നെ. പക്ഷെ അതിന് പ്രൊഫഷണൽസ് ഉണ്ട്. കേരളത്തിൽ ഇപ്പം മെയിൻലി തുടങ്ങുന്ന ഇപ്പൊ വെച്ചാൽ ഫോൺ നമ്പർ കൊടുക്കുക, വിളിക്കുക. നിങ്ങൾക്ക് യു ക്യാൻ സെലക്ട് തെറാപ്പിസ്റ്റ്. അതാ പറയാ, യു ക്യാൻ സെലക്ട് തെറാപ്പിസ്റ്റ്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡോക്ടറാണ് തെറാപ്പിസ്റ്റിനെ സെലക്ട് ചെയ്യുക. ഇപ്പം ഹാപ്പി എൻഡിങ് എന്നൊക്കെ പറഞ്ഞ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് പലരുണ്ട്. ഇപ്പൊ ഒരിക്കൽ പറഞ്ഞാലേ നടുവേദന, പുറമേദന. അപ്പോൾ നമുക്ക് നമ്മളെ തെറാപ്പിസ്റ്റ് ഇത്ര എക്സ്പേർട്ട് ഉണ്ടാവും. ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് പ്രൊട്രൂഷൻ, ഇപ്പം ഡിസ്ക് പുറത്തേക്ക് വന്ന കേസിലൊക്കെ ഇപ്പോൾ നമ്മളെ എക്സ്പേർട്ടിനെ നമ്മൾ വിട്ടുകൊടുക്കുക. അല്ലാണ്ട് പേഷ്യൻ്റെ ചോയ്സ് അല്ല അവിടെ. നമ്മളാ തീരുമാനിക്കേണ്ടത് ഇതാര് ചെയ്യണം, ഇതാരാണ് ഈ നമ്മളെ തെറാപ്പിസ്റ്റിലെ എക്സ്പേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പല മാരക രോഗങ്ങൾക്കും ഇപ്പോൾ സ്കിന്നായാലും പിന്നെ വാത സംബന്ധമായാലും ഡിസ്ക് സംബന്ധമായാലും
ഈ മൈഗ്രെയിൻ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ എക്സ്പെർട്ട്. പിന്നെ നിങ്ങൾ നേരത്തെ ചോദിച്ചില്ലേ തടവിന് വെയിറ്റ് വേണം, പക്ഷെ വെയിറ്റിൻ്റെ പ്രാധാന്യം ആയുർവേദത്തിൽ ഇല്ല ശരിക്കും. കാരണം ഈ നമ്മൾ ചൂടാക്കി ചെയ്യുമ്പോൾ ബ്ലഡ് വെസൽ ഇൻക്രീസ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, അപ്പോൾ ആ മരുന്നിൻ്റെ എഫക്റ്റ് അവർക്ക് കൂടുതൽ കിട്ടും. ഈ ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ നടക്കുന്ന ഈ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള തെറാപ്പി സെൻ്ററുകൾ ഓരോ എൻഡിങ് ആണ്, ഹാപ്പി എൻഡിങ്, അതുപോലെ തന്നെ എന്താണ് അവർ പറയുക, സാൻഡ്വിച്ച് മസാജ്, അങ്ങനെ പല രീതിയിലുള്ള മസാജുകൾ അവർ ഓഫർ ചെയ്യുന്നത്, രണ്ട് സ്ത്രീകളുടെ ഇടയിൽ കിടന്നുള്ള മസാജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ചെയ്യുന്നവരെ ഇതെങ്ങനെ ആരോഗ്യത്തെ ബാധിക്കും? അത് ആരോഗ്യത്തിന് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഇത് തീർച്ചയായിട്ടും ദോഷം ചെയ്യും. കാരണം ഈ പഞ്ചകർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തെറാപ്പി ചെയ്യുമ്പോൾ പിന്നെ സ്ത്രീ സേവ പാടില്ല. സ്ത്രീ സേവ പാടില്ല എന്ന് പറഞ്ഞാൽ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പാടില്ല. അപ്പൊ അവന്റെ ആരോഗ്യം നമ്മൾ ചെയ്യുന്നതിന് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുകയും കുഴപ്പം വരും. പിന്നെ അതുമല്ല ഇതിന്റെ ഒരു വേറെ പ്രശ്നം വെച്ചാൽ ഗവൺമെന്റ് തലത്തിൽ പറയുമ്പോൾ ഇതിനെ ടൂറിസത്തിലേക്ക് ആയുർവേദത്തിനെ ഉൾക്കൊള്ളിച്ച ഏറ്റവും വലിയ നാശമായിട്ടാണ് ഞാൻ കാണുന്നത്. ആയുർവേദ ട്രീറ്റ്മെന്റ് ആയിട്ടല്ല കാണുന്നത്, ചോദിക്കുന്നത് ഇതൊരു ആഘോഷമാണോ ആയുർവേദം? അതല്ല, അതിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആയുർവേദത്തിന്റെ തനതായ സ്റ്റൈലിന് പോയി ആ സാധനം കൈവിട്ടുപോയി. ഇപ്പൊ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ പോലെ ക്രോസ് മാസേജിനൊക്കെ ഇപ്പൊ പലപ്പോഴും എൻ്റെ അടുത്ത് ഫോൺ ചെയ്തു കാര്യം ചെയ്യാം, ഇന്നാളെ തരുമ്പോ പിന്നെ ഫോണില്ല, കട്ടായി. അപ്പൊ അവർക്ക് വേണ്ടത് പിന്നെ ചികിത്സയല്ല, സുഖമാണ്. പക്ഷെ ഇപ്പൊ സുഖ ചികിത്സ നിങ്ങൾ പറയുമ്പോ ഇപ്പൊ എന്റെ അടുത്ത് സുഖ ചികിത്സ ഉണ്ട്. ഫസ്റ്റിൽ അവരെ കോൺസെപ്റ്റ് പോയത് ലേഡീസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. സുഖ ചികിത്സ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ടുള്ള സുഖം അല്ലാതെ ആരോഗ്യം കിട്ടുന്ന സുഖത്തിനോട് അവന്റെ ശരീരത്തിന് സുഖത്തിന്. ഇപ്പം പിന്നെ ഹിതായുധം സുഖം ദുഃഖം ആയുസ് ഹിതായുധം മാനവ തത്വം ആയുർവേദം സൂചിച്ചത്. ആയുർവേദത്തിന്റെ ഡെഫിനിഷൻ വാട്ട് ഇസ് ആയുർവേദം? ഹിതായുധം സുഖത്വം, നമ്മൾ ആയുസിന് ഹിതമായിട്ടുള്ള അഹിതമായിട്ടുള്ള സുഖമായിട്ടുള്ള ദുഃഖമായിട്ടുള്ള കാര്യങ്ങളും അതിൽ ആയുസിന്റെ ലോങ്ങിവിറ്റിയെ കുറിച്ചും സംസാരിക്കുന്ന ശാസ്ത്രം ഏതാണോ അതാണ് ആയുർവേദം. അപ്പൊ ആ സുഖമാണ് നമ്മളിവിടെ പറയുന്ന സുഖം, അല്ലാതെ ജീവിതത്തിൽ 25 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇത്തരം ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ട്? എപ്പോഴാണ് അത്, എങ്ങനെയാണ്? അത് ഞാൻ ചാലാട് വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു സാർ. അവിടെ ഒരു കോട്ടയത്തെ കൊല്ലത്തെ കണ്ടുള്ള ഒരാൾ അവിടെ കണ്ണൂർ ജോലി ചെയ്യാണ്. അവർ അവിടെ വന്നു, ചേച്ചി ഇവിടെ മസാജ് അവിടെ ഡോക്ടറുണ്ട്, ഞാൻ പിന്നെ തെറാപ്പിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോസ് അധികം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ചോദിച്ചു ചെയ്യുമോയെന്ന് ചോദിച്ചു. ആ ജെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ജെൻസ് അല്ല ചേച്ചി ചെയ്യില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അതെന്ത് ചേച്ചിക്ക് ചെയ്താൽ ഞങ്ങൾ ഇത്ര പൈസ തരാം, ഇത്ര പൈസ ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റുന്ന അതല്ല സാർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ സാറിപ്പോ എന്നോട് പറയാണ്. കാരണം വെച്ചാൽ സാറിപ്പോ ചിലപ്പോ എന്നെയും വേറൊരു കുട്ടീനെ അയച്ച് അല്ലെങ്കിൽ സാറ് ഒരു ജെൻസിനെ എന്റെ കൂടെ അയച്ചിട്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതെ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ കാരണം എന്ന് വെച്ചാൽ അവർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ നേരെ തിരിച്ച് ഒരാളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കൊണ്ടുപോയി എന്നെയും കൊണ്ടുപോയി അവിടെ മൊത്തം ഡോറും ലോക്ക് ചെയ്ത് ഇവൻ എന്നെ അവിടെ എന്ത് എപ്പോഴെങ്കിലും പുരുഷന്മാരെ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. 25 വർഷത്തിൽ ഒരു പുരുഷ വിരുദ്ധത കൊണ്ടാണ്? അതുകൊണ്ടല്ല. കാരണം വെച്ചാൽ നമ്മുടെ ഡോക്ടർമാർ ഇതിൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല. അല്ല, സാറിന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സാറില്ലാത്ത സമയത്ത് റിസപ്ഷനിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോ തന്നെ റിസപ്ഷനിലെ കുട്ടിയില്ല, ഇവിടെ അത് എഴുതിയില്ല. ഇല്ല, നിങ്ങൾക്ക് തരാം പൈസ, കുറച്ച് പൈസ നിങ്ങൾക്ക് തരാം, ഇല്ലത് പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളോട് അവർ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്യുമോന്ന് ചോദിച്ചിട്ടില്ല. ചെയ്യുമോന്ന് ചോദിക്കാത്ത സ്ഥിതിക്ക് നമ്മൾക്കൊന്നും പറഞ്ഞില്ല. സാറിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് ചെയ്യുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് അത് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ അത് സാറ് കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും സേഫ്റ്റി തരുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളിപ്പോൾ 5 ലേഡീസ് 5 പേരുണ്ട്, 3 പേര്. ഗുരുക്കളെ, ഇത്തരം ചികിത്സാ രീതികളോട് എന്ത് തോന്നുന്നു? ഇപ്പം തലശ്ശേരിയിലും കണ്ണൂരിലും, തലശ്ശേരിയിൽ 3-4 കേസായി ഇത്തരം സെന്ററുകളിൽ നിന്ന് സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പലരും റിമാൻഡിലായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഇങ്ങനെ കേരളത്തിലൂടെ നിൽക്കും. ഇന്നലെ പേരാമ്പ്രയിൽ നിന്ന് ഒരു മസാജ് സെന്ററിൽ നിന്ന് 5-6 സ്ത്രീകളെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത് വാർത്തയാണ്. ഇതൊരു സെക്സ് ടൂറിസത്തിന്റെ ഭാഗമായി ഈ സാധനം മാറും, തായ്ലൻഡ് മോഡലായി. എന്താണ് അതിനെ കുറിച്ച് നിങ്ങൾ? അത് 2 രീതിയിലാണ്. ഒന്ന് ഇതിനായിട്ടുള്ളത്, അതിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. കാലാകാലമായിട്ട് പിന്നെ കറക്റ്റായിട്ട് ചെയ്യുന്ന എത്രയോ സെന്ററുകളുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞതിന് വിപരീതമായിട്ട് സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാരും സ്ത്രീകളെയും ഒക്കെ ചെയ്യുന്നതാണ്. ഞങ്ങളെല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ യാതൊരു പിന്നെ ഈ വാതിൽ ഞങ്ങൾ അടക്കൂല. യാതൊരു പ്രശ്നങ്ങൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളെല്ലാം എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഇത് വിദേശികൾ ധാരാളം വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്ത്രീകളെല്ലാം വേണ്ട. ഇപ്പോൾ അവർ സ്ത്രീകളാണെങ്കിൽ അവർക്ക് പുരുഷന്മാരെന്നെ വേണം.
പ്രത്യേകിച്ച് ഗുരുക്കളാണെങ്കിൽ അത്ര ഇഷ്ടം. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷനല്ല ഉദ്ദേശിക്കുന്നത്. അത് ഗുരുക്കളാണെങ്കിൽ വളരെ ഉത്തമം. ഗുരുക്കൾ തന്നെ വേണമെന്ന് പറയും. അവർ എക്സ്പീരിയൻസാണ് ശ്രദ്ധിക്കുന്നത്. ഗുരുക്കൾ ചെയ്താൽ വളരെ ഗുണമുണ്ടാവും, നമുക്കൊരു ദോഷം ഉണ്ടാവില്ല. ആ രൂപത്തിലാണ് കാണുന്നവരെ. അപ്പം എത്രയോ അവർ നിർബന്ധമായിട്ടും ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഞങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം, ഞങ്ങൾക്കിപ്പോൾ സൗകര്യമില്ല, സമയമില്ല. കാരണം ഒരുപാട് മസാജ് ടൈമിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റും. അതുവരെ ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് തന്നെ അവർ ചെയ്യിക്കും. അതാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് പേര്. ഡോക്ടർ എടുക്ക ഈ രീതിയിൽ വിദേശികൾ വരുമ്പോൾ ആവശ്യപ്പെടുന്നുണ്ടോ ഓപ്പോസിറ്റ് സെക്സ് ചെയ്യണമെന്ന്? ഇല്ല, ചെയ്യില്ല. നമുക്ക് അവര് ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്, അല്ലാതെ സുഖ ചികിത്സയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, നമുക്ക് സമയം പരിമിതമാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഇവരോട് ചോദിക്കാനാണെങ്കിൽ കെട്ടുകണക്കിന് ചോദ്യങ്ങൾ ബാക്കിയുമാണ്. പക്ഷേ സമയത്തിന് പരിമിതിയുണ്ട്. കേൾക്കുന്ന നിങ്ങൾക്കും പരിമിതമായ സമയമുള്ളൂ. കാരണം വേറെ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടത്. ഇനി ഇവരെ വിളിക്കാൻ നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ടാവും. ഈ 3 പേരും പ്രഗത്ഭരാണ്. അവരുടെ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമാണ് ആയിട്ടാണ് കണ്ണൂർ ഋഷിൻ്റെ ഫ്ലോറിൽ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയൊരു സുഖത്തിന് വേണ്ടി നിങ്ങൾ ഈ വ്യാജ മസാജ് സെൻ്ററുകളിലേക്ക് പോകരുത്. പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയൊരു സുഖമായിരിക്കും, അത് നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല. അതുകൊണ്ട് ഈ മഴക്കാലം നല്ല ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള നല്ല കേന്ദ്രങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. പാരമ്പര്യമുള്ളവർ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോവുക. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പണിയെടുക്കുക. സുഖം തേടാനുള്ള ഒന്നല്ല നൈമിഷിക സുഖങ്ങൾ എന്ന് പറഞ്ഞാൽ തൽക്കാലം കിട്ടുന്ന സുഖങ്ങൾക്ക് പിറകെ പോകേണ്ട ഒന്നല്ല ആയുർവേദം. നമുക്ക് ദീർഘകാലം ആരോഗ്യത്തോടും സന്തോഷത്തോടും ജീവിച്ചിരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് ആയുർവേദവും കളരിയും ഇത്തരം ചികിത്സാ വിധികളും എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, പ്രേക്ഷകരെല്ലാം അത്തരക്കാരാണ് എന്ന അർത്ഥത്തിലല്ല നേരെ ഇത് പറയുന്നത്. ദിവസവും കിട്ടുന്ന വാർത്തകൾ അത്ര സുഖം നൽകുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആയുർവേദവും കളരിയെല്ലാം ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതാണ് നല്ലതെന്ന്. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും നന്ദി, നമസ്കാരം.